Okay, so where we are. അപ്പോൾ നമ്മുടെ ലക്ഷ്യം സെൻട്രൽ ഹാളാണ്. ഓക്കെ, എത്തില്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആർക്കൈവ്സ് നമുക്ക് തപ്പി നോക്കണം. അതായത് നമ്മുടെ ആ ബിസിനസ് ഡീൽ ഉണ്ടല്ലോ, ഗിൽഡനും ആർദർ സ്വിഫ്റ്റ് തമ്മിലുള്ള ബിസിനസ് ഡീലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഈ ആർക്കൈവ്സ് ഒന്ന് തപ്പി നോക്കണം. Wow, this is really cool. Are you lost, sir? Not at all. I'm right where I need to be. I'm Sherlock Holmes, by the way. Ursula Oni, the chief archivist. How can I help you exactly? Chief I need to Archivist. take a look at the history of Cordona and its islanders to retrieve some, hopefully, useful information. Your brother Mycroft told me that you were direct, and now that we've met, I can see that is true. Someone in our family has to balance the evasive nature of my brother. Okay, Mycroftനെ അറിയാലേ? May I Well, use the city archives? You may, of course, but in return, perhaps dinner? That's a high price to pay for Dinner. looking at your archives. അടിപൊളി. I was teasing you. Pay no attention to ഓക്കെ, me. അത് കൊള്ളാം. ഓരോരുത്തരും ഓരോ ഡിമാൻഡ് വെക്കണതേ. അപ്പോൾ ആർക്കൈവ്സ് തപ്പി നോക്കിക്കോ, പക്ഷേ വൈകിട്ട് ഡിന്നറിന് കൂടണമെന്ന്. അടിപൊളി. തോമസ് നോട്ടൺ. അപ്പോൾ നമ്മുടെ ആർക്കൈവ്സ് എവിടെയാണെന്ന് നോക്കണം. ആ ഭാഗത്തായിരിക്കില്ലേ? ഓക്കെ, ആർക്കൈവ് അതേ ഇവിടെ ഉണ്ട്. ജോൺ ഇവിടെ എത്തി. ഓക്കെ, സബ്ജക്റ്റ് എന്തായിരുന്നു? ബിസിനസ്സാണ്. ഓക്കെ, പീരീഡ് ബട്ട് ആദ്യം ആ എവിഡൻസ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, പീരീഡിനെ കുറിച്ച് അവർ ഇതിൽ പറയണില്ല. ഓക്കെ, അപ്പോൾ പീരീഡ് വിടാം. രജിസ്ട്രി നോക്കിയാൽ നമുക്ക് ലീഗൽ ഡോക്യുമെൻറ്റ്സ് അല്ലേ, അത് ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ്. ഡിസ്ട്രിക്റ്റ് നമുക്കറിയാം, ഓൾഡ് സിറ്റി ആണ്. ഓക്കെ, സെർച്ച് ചെയ്യാം. ഓക്കെ, അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. നോട്ടീസ് ഓഫ് രജിസ്ട്രേഷൻ by authority of the government of Cordona, this deed register the creation of Gilded and Swift Limited. ഓക്കെ, അവർ രണ്ടുപേരുടെ പേരിലാണ് ഈ കമ്പനി പേര്, അതായത് ഗിൽഡൻ ആൻഡ് സ്വിഫ്റ്റ് ലിമിറ്റഡ്. ഓൺ ദി 21st day of June 1877 ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ് ഗിൽഡൻ ആൻഡ് സ്വിഫ്റ്റ് ലിമിറ്റഡ്. തിയോഡർ ഗിൽഡൻ is the sole proprietor and founder of the above enterprise. അപ്പോൾ തിയോഡർ ഗിൽഡൻ ആണ് ഇതിൻ്റെ പ്രൊപ്പറേറ്ററും ഫൗണ്ടറും ഒക്കെ തിയോഡർ ഗിൽഡൻ ആണ്. ആൻഡ് ഷാൽ പ്രൊവൈഡ് ഫിനാൻസസ് ആൻഡ് ദി ലാൻഡ് നോൺ ആസ് ദി റോമൻ ഔട്ട്സ്കേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിൽഡൻ ആണ് ഇതിൻ്റെ ഫിനാൻസസും പിന്നെ ഇതിന് ഈ ഒരു ഇവരുടെ പ്രൊജക്റ്റിന് വേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഗിൽഡൻ ആണ്. പിന്നെ ആർദർ സ്വിഫ്റ്റർന്ന് പറഞ്ഞ ആൾ ഈസ് എ ഫൗണ്ടിങ് പാർട്ണർ ആൻഡ് ഷാൾ പ്രൊവൈഡ് ഫിനാൻസസ് ആൻഡ് ഹിസ് സർവീസസ് ആസ് ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ ആർദർ സ്വിഫ്റ്റ് ഫിനാൻസസും പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ഗിൽഡൻ്റെ കൂടെ തന്നെ. മാത്രമല്ല ആളൊരു ആർക്കിയോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും നമ്മുടെ ആർദർ സ്വിഫ്റ്റ് ചെയ്യും. ദി പ്രൈമറി പർപ്പസ് ഓഫ് ദി എൻ്റർപ്രൈസ് ഈസ് ടു പെർഫോം ആർക്കിയോളജിക്കൽ റിസർച്ച് ഇൻ ദി റൂയിൻസ് ലൊക്കേറ്റഡ് ഇൻ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ബാസ റോഡ് ആൻഡ് ആർനോട്ട് സ്ട്രീറ്റ് ബിയോണ്ട് ദി ഫോർട്ടിഫിക്കേഷൻ വാൾസ് ഇൻ ഓൾഡ് സിറ്റി കോർഡോണ. ഓക്കെ, ആ ഈ ഒരു സൈറ്റിൻ്റെ ലൊക്കേഷനാണ് കേട്ടോ, ഇൻ്റർസെക്ഷൻ ഓഫ് ബാസ റോഡ് ആൻഡ് ആർനോട്ട് സ്ട്രീറ്റ് ബിയോണ്ട് ദി ഫോർട്ടിഫിക്കേഷൻ വാൾസ് ഇൻ ഓൾഡ് സിറ്റി കോർഡോണ. ഓക്കെ, അപ്പോൾ ഇവരുടെ മെയിൻ സംഭവം എന്താ വെച്ചാൽ ഈ ഒരു സൈറ്റിൽ ആർക്കിയോളജിക്കൽ റിസർച്ച്, അതൊരു റൂയിൻസാണ്, എന്തോ പഴയ കാലത്തെ എന്തോ റൂയിൻസാണ്. അവിടെ ആർക്കിയോളജിക്കൽ റിസർച്ച് നടത്തലാണ് ഇവരുടെ മെയിൻ ജോലി. അപ്പോൾ ആ ലൊക്കേഷന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആർദർ സ്വിഫ്റ്റിൻ്റെ പേര് ആ മാപ്പിൽ വെട്ടിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പ് പൊളിഞ്ഞതായിട്ട് ഈ ഒരു എഗ്രിമെൻറ്റിൽ കാണില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളിനി അടുത്തത് നമുക്ക് ആ സൈറ്റിലൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ സൈറ്റിൻ്റെ ലൊക്കേഷൻ ഞാൻ കണ്ടത്. അയ്യോ, ഇവിടുന്ന് കുറേ ദൂരം പോകാണ്ട് കേട്ടോ. അടിപൊളി. ഈ ഓൾഡ് സിറ്റിയിൽ ബാസ റോഡ്. ഓക്കെ, ബാസ റോഡ് കണ്ടു. ഓക്കെ, ആർനോട്ട് സ്ട്രീറ്റ്. ഈ രണ്ട് റോഡിൻ്റെ
ഇൻ്റർസെക്ഷനിൽ കാണുന്ന ഒരു കോമ്പൗണ്ട് വോളുണ്ട്, അതിൻ്റെ അപ്പുറത്താണെന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അല്ലേ, ഈ ഒരു സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്താൻ എന്താ ഒരു വഴി. ഓക്കെ, ഈ പാലം പിടിച്ചിട്ട് പോവാം. ഓക്കെ, കുറച്ചൊന്ന് നടക്കാണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഷെർലോക്ക് ഹോംസ് ഫാമിലിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, സൊസൈറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. Treasure adventure. നമ്മളിപ്പോൾ അഡ്വഞ്ചറിനെ പറ്റിയൊരു മൂഡിലല്ല. ഓക്കെ, ഇതായിരിക്കും അല്ലേ. From day to night, Aiden stands. ഇതാണ് സ്ഥലം. You're being an eyesore. No entry for you. You're being an eyesore. അയ്യോ, No entry for you. പണിയല്ലോ, നമ്മൾ ഉള്ളിലേക്ക് വിടില്ല. You're being an eyesore. ഇതന്നെയല്ല സ്ഥലം അതേലോ. No entry for you. From day to night, Aiden stands there, recruiting non-rebellious workers for the dig. ഓക്കെ, ഒരു ഈസ്റ്റ് ഡ്രോപ്പ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. From day to night, Aiden stands there, recruiting non-rebellious workers for the dig. ഓക്കെ, അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ എയ്ഡി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ From നിൽക്കുന്നുണ്ട്. day ഇത്ര to night, Aiden stands there, recruiting എയ്ഡീൻ ആരാ? non-rebellious workers അയാളാണോ for the എയ്ഡീൻ? dig. ഓക്കെ, വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, മനസ്സിലായ? From day to night, ഇങ്ങനെ Aiden പോയിട്ട് കാര്യമില്ല, stands നമ്മളൊരു വർക്കറിൻ്റെ വേഷത്തിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആരോ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് നോക്കട്ടെ ആരാന്ന്. From day to night, Aiden stands there, recruiting non-rebellious workers for the dig. ഐഡിൻ ആരാ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി ചോദിച്ചോക്കട്ടെ. From day to night, Aiden stands there, recruiting non-rebellious workers for the dig. ഓക്കെ, ലേൺ ഹൗ ടു ഫൈൻഡ് ദി റിക്രൂട്ടർ. ഓക്കെ, നമ്മൾ റിക്രൂട്ടറെ കണ്ടുപിടിക്കണം കേട്ടോ, റിക്രൂട്ട് ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കണം. ഓക്കെ, സ്റ്റാർട്ട്. ഓസ്മി മണി, വെരി ടയേർഡ്. ഓക്കെ, നെക്ക് സ്കാർ, കീപ്പ്. ഓക്കെ, പ്രോ ബ്രിട്ടീഷുകാരനായിരിക്കും. ഡീപ്പ് ഡിഗിങ് അതായിരിക്കാൻ സാധ്യതയില്ല. ചേഞ്ച് ജോബ്സ് ആയിരിക്കാൻ സാധ്യത. ഓൾ സിറ്റി മാർക്കപ്പ്. ഓയ്യോ, ടൈമിംഗ് ഉണ്ട്. സോ ഓക്കെ, നമ്മുടെ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ ഓക്കെ ആയിരുന്നു. വി നീഡ് ടു ബി ക്യൂ. ചേഞ്ച് ജോബ്സ് അല്ല, ഡീപ്പ് ഡിഗിങ് അല്ല, ഓൾഡ് സിറ്റി മാർക്കേഴ്സ്, വെരി ടയേർഡ് അല്ല, ന്യൂ ഷർട്ട് അല്ല, പ്രോ ബ്രിട്ടീഷ്, നെക്സ്റ്റ് കാറ്. Okay, I overheard that in order to enter the dig site, I need to be employed. Okay, ഒരു എംപ്ലോയി ആയിട്ട് നമുക്ക് അകത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. A man named ID recruits the new workers in the old city marketplace in the west end of the district. He has a scar on the neck and only looks for working ties with a pro-British attitude. Okay, ഒരു pro-British attitude ഉള്ള ഒരു വർക്കറെ ആണ് ID റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആളുടെ വേഷം, ഒരു വർക്കറിൻ്റെ വേഷം കൂടിയും സെറ്റ് ചെയ്യേണ്ടി വരും. Don't pass by. Well, let's pick something that suits you. ഓക്കെ, ഒരു വർക്കറിൻ്റെ ഔട്ട്ഫിറ്റാണ് ആവശ്യം. ഓക്കെ, നൈസ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു സെക്യൂരിറ്റി കണ്ടില്ലേ, ആളുടെ സെയിം ഔട്ട്ഫിറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, അതിലൊരു ഹാറ്റും ആവശ്യമുണ്ട്. ഹാറ്റ് ഇതല്ല, ഹാറ്റ് വർക്കറിന് പറ്റിയ ഹാറ്റൊന്നും കാണാനില്ല. സോ ഹാറ്റ് അപ്പോൾ ഇതാവില്ല. ഓ, വെറൈറ്റി ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതെടുക്കാമല്ലേ, ഇത് അവിടെ കണ്ട കുറച്ച് പേരുടെ ഔട്ട്ഫിറ്റ് പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതന്നെ എടുക്കാം. ഓക്കെ, ഇത് രണ്ടിന് എടുത്താൽ പോരെ, രണ്ടിന് എടുക്കാം. ഓക്കെ, Be careful with what you've taken. Come. Decorate your house in Oriental style. Nice affordable clothes. Bring you joy.
ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ റിക്രൂട്ടർ ഇവിടെ ഉണ്ടെന്നാണ് പറയണത്. ഇവന്താ ഇവിടെ കാണിക്കണേ? Sir, kind sir, might I steal your attention? I am not buying. Ah, that is the thing. You won't waste a single mangir. I am a digger, you see, and I have heard of a dig site so deep it clogs your Okay, ears. Yalenyana. I want to be there. Why are you telling me this? I have heard of a man recruiting for such a dig. A man with a scar, such as the one that you're hiding. And your boots are dirty with the deep clay I am so familiar with. Oh, I hope it wasn't too rude of me to point that out. You have അവൻ a good ആക്സെന്റ് eye. മാറ്റിട്ടാ. And you just want to dig deep and that's it? What's the catch? Are you in desperate need of money? Oh, there is no catch, sir. I won't even ask for advance pay. Just give me a shovel and I'll dig a hole like you've never seen. Huh. Is that so? Well, I have to ask Payment you ഒന്നും an വേണ്ടാന്ന് important പറയണേ. question അടിപൊളി. first. Would you be fine working for Brits? Yes, we are fine. I am all for them. Well, you say that, but can you prove it? ഓക്കെ, നമ്മൾ ബ്രിട്ടീഷാണെന്ന് തെളിയിക്കണം തോന്നുന്നുണ്ട്. ഐ വിൽ സിംഗ് ദി ആന്തം. നാഷണൽ ആന്തം ആയിരിക്കും അല്ലേ? അപ്പോൾ അത് I'll sing you a very special song. God save our gracious queen. Cut it! Or people here will make you their queen. I can also speak in limericks. Please don't. You might be a little bit weak in the head, but a natural born digger with a keen eye is what we need. Take this permission slip and go to this address. The guard will let you in and check with the professor once you're there. വാവ്, ദാറ്റ് വാസ് ഈസി. നമുക്ക് പെർമിഷൻ കിട്ടി, ഉള്ളിലേക്ക് കടക്കാനുള്ള പെർമിഷൻ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. നൗ ജസ്റ്റ് വി നീഡ് ടു ഗോ ഓവർ ദർ. ഓക്കെ, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അവിടെ ഫാസ്റ്റ് ട്രാവൽ ഉണ്ടോ? ഫാസ്റ്റ് ട്രാവൽ ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇനി അതുവരെ നടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് സേവ് ചെയ്യട്ടെ. ഓ, വലിയൊരു കേസാട്ടോ. ഗിൽഡഡ് കേജ് എന്ന് പറയുന്നത് വലിയൊരു കേസാണ്. ഐ വാസ് ഇൻ എക്സ്പെക്ടിങ് ദാറ്റ്. തബലയുടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ Stop loitering and get inside. ഓക്കെ, അടിപൊളി. ദാറ്റ് വാസ് ക്വിക്ക്. ഓക്കെ, നൗ വാട്ട്? ദി ഡിഗ് സൈറ്റ് ഓൺ ബാസ റോഡ് ആൻഡ് ആർ നോട്ട് സീൻ ഇൻ നോർത്തേൺ സിറ്റി. ഓക്കെ, ഇത് നേരെ ഉള്ളിലേക്ക് ചെല്ലാൻ തോന്നുന്നുണ്ട് അല്ലേ? Newcomer, talk to the professor first. He's the old fellow with the glasses and the plans. ഓക്കെ, ഒരു വയസ്സായ ആളുണ്ട്, ഗ്ലാസ്സസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യണ്ടെന്നാണ് പറയണത്. ഇവനായിരിക്കും. Where's the fire in your eyes? Where's the smile? I am sick and tired of seeing apathy among the new workers. Sir, believe me, I do have the spark. I want to start work straight away. It's as important to me as it is to you. ഓക്കെ, That's the ഇങ്ങേരാണോ spirit. ആർദർ I'm on സ്വിഫ്റ്റ്? the verge of a great discovery. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുമോ? നമ്മൾ വർക്കറായിട്ട് വന്നതാണ്. ലാസ്റ്റ് ടൈം യു സോ മിസ്റ്റർ ഗിൽഡൻ, ഹൗ ഡി അത് കുറച്ച് ഓവറായി പോകും. ഐ ആം റെഡി ടു വർക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, I am ready to work. Splendid. Do you know what I am working on? ആർക്കിയോളജിക്കൽ ട്രഷർ അല്ലേ? അതാണ് ഇങ്ങയുടെ ജോബ്. അതാണ്. Archaeological treasure. You're hoping to find something priceless, something that will change our history. Bravo, young man. I couldn't have said it better myself. Okay. It's true. We're He's looking for impressed. Vitus Lemonius's tomb.
I'll help you. That is my goal as a worker. Good. Listen to me carefully then. I hate repeating myself. I am Professor Swift. We have 3 rules here. Don't touch anything, always return the tools, and don't distract me unless you find something. Sounds simple enough. Are you the only one in charge here, Mr. Swift? Yes, I am the only one and no one else. You hear anything other than that, it's a lie. People of your kind can have difficulty understanding who's in charge. Take a minute, memorize my face, and then get to work. Oh, I will definitely take a closer look to memorize my superior. Okay, അപ്പോൾ ആളെ ഒബ്സർവ് ചെയ്യണം. Okay, let's see what we can find. Inconvenient but continues to wear. ഒരു ബ്രോക്കൺ ഗ്ലാസ് ആണ്. കുറച്ച് ഇൻകൺവീനിയൻ്റ് ആണെങ്കിലും ആൾ ഇപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ വൈ എന്തിനാ എത്ര കഷ്ടപ്പെട്ടാണ് പുതിയ ഗ്ലാസ് വാങ്ങിച്ചൂടെ? തിക്ക് നോട്ട്ബുക്ക് മെറ്റിക്കുലസ് കയ്യുമെന്തോ കാണിക്കണ്ടല്ലോ. എൽബോ ബ്രൂസേഴ്സ് ഫ്രഷ് ആൻഡ് അൺടെൻഡഡ്. ഓക്കെ ഇവൻ്റെ കൈമയുണ്ട് കേട്ടോ ബ്രൂസസ്. സെയിം ഇപ്പോൾ ബ്രൂസസ് ഇവിടെ പോളിൻ്റെ കൈമയുണ്ട്. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ. ആ ഷെഡിൻ്റെ മുകളിലേക്ക് വീഴാൻ ഇയാളും വീഴാൻ സാധ്യത ഉണ്ട്. ഓക്കെ വി നീഡ് മോർ ക്ലൂസ്. നോ റിങ്. ഓക്കെ അൺമാരീഡ് ആണ്. ഓക്കെ നോ റിങ് മീൻസ് അൺമാരീഡ് ആണല്ലേ. ഓക്കെ ഇൻഡിഫറൻറ്റ് ഓർ പുവർ. ഡേർട്ടി ക്ലോസ്. ഓക്കെ ആൾക്ക് ഡേർട്ടി ക്ലോസ് ആണ്. അപ്പോൾ പുവറാണ് തോന്നുന്നു. ഇൻഡിഫറൻറ്റ് ഓർ പുവർ. ഓക്കെ ഒന്നില്ലെങ്കിൽ ആൾക്ക് താല്പര്യമില്ല ക്ലോത്ത്സിനോട്, വലിയ താല്പര്യമില്ല ഫാഷനബിൾ ക്ലോത്ത്സിനോടൊന്നും. ഇല്ലെങ്കിൽ ആൾ പുവറായിരിക്കും. ക്യാഷൊന്നും ഉണ്ടാവില്ല മേടിച്ചിടാൻ. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിൽ ഏതായിരിക്കും ആളെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ആളൊരു നോളേജ് സീക്കർ ആവാനാണ് സാധ്യത. കാരണം മണിയോട് ഒരു ആർത്തിയോ കാര്യങ്ങളൊന്നും കാണാനില്ല. ആൾ ടയേർഡോ കാര്യങ്ങളൊന്നുമില്ല. ആളെപ്പോഴും എക്സൈറ്റഡ് ആണ്. അതാണ് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടു. നമ്മുടെ മുഖത്ത് ആ എക്സൈറ്റ്മെൻറ്റ് ഇല്ലയെന്ന് ആൾ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ആൾ വളരെ എക്സൈറ്റഡ് ആണ് ആളുടെ ജോലിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു നോളേജ് സീക്കർ ആയിരിക്കണം ബെറ്റർ ഓപ്ഷൻ. ഓക്കെ അത് കൺഫേം ചെയ്യാം. ആക്സെപ്റ്റ്. I wish I could be as passionate about something as you are, Mr. Swift. You value knowledge and dedication over everything else. It's a long road, young man. A sharp eye and attention to detail are the only stepping stones along this path. ശരിയാണ്. You have to sacrifice everything you love for the larger prize. Exactly. So much in life is superficial. I wish more people would understand. I never heard a truer word, lad. Folk will ignore what truly matters in life, and for what? Convenience. Bold words indeed. I doubt that many scientists would be willing to support their bragging with fieldwork. The academic world is full of restrictions. Our honourable professors are too afraid to dirty their hands. God forbid if they have a stain on their shirt. You can follow in my footsteps. You can start learning by returning to work. Show me what you can find. ഓക്കെ അപ്പോൾ വി നീഡ് ടു ഫൈൻഡ് ദി ടോംബ്. അതായിരിക്കും നമ്മുടെ. Don't touch anything here. Get back to work. ഓക്കെ അത് പണിയായല്ലോ. ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. മാപ്പ് നോക്കിയാൽ പ്രശ്നമാവും. ഓക്കെ ഇവിടെ 3 ക്ലൂ ഉണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. This reminds me of my father's room. This reminds me of father's room. This reminds me of my father's room. ഓക്കെ നോട്ട് ഷുവർ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. A plan for this whole operation. ഓക്കെ ഒരു പ്ലാനാണ്. ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ. ഇതെന്താ? ടൈറ്റസ് ലെമോണിയസ് ടോംബ് ഹാസ് ബീൻ ഫൗണ്ട്. ഓക്കെ ഇവർ കണ്ടുപിടിച്ച ഒരു ടോംബിൻ്റെ ഡീറ്റെയിൽസ് ആണ്. This might prove useful. I'll note it down. ഓക്കെ ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ വായിച്ച നോട്ട് നമ്മൾ പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ ഓക്കെ, ദർ ഈസ് സംതിങ് ഓവർ ഹിയർ. 3 ക്ലൂസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ടൈറ്റസ് ആൻഡ് വിറ്റേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, Straw dolls. Eerie, but effective for a scene recreation. Oh, I want one of these. Or 2. ഓക്കെ, ഡോൾസ് ആണ്. അപ്പോൾ ഈ ഡോൾസ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. അതായത് ഒരു സീന് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതെന്താ? Oilcloth. Won't fade and waterproof. Enough here to make 10 sails and more. ഓക്കെ, ടെൻസും സെയിൽസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിർമ്മിക്കാൻ യൂസ് ചെയ്യണ ക്ലോത്ത് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇയാൾക്കും സെയിൽസിൻ്റെ പണിയുണ്ട് തോന്നുന്നു. അപ്പോൾ ആ നൈഫ് അപ്പോൾ പണിയല്ലോ കൺഫ്യൂഷനായി. അപ്പോൾ ഇയാൾക്ക് സെയിൽസിൻ്റെ പണി ഉണ്ടെങ്കിൽ ആ നൈഫ് ഇയാളുടെ കയ്യിലും വരാൻ ചാൻസ് ഉണ്ട്. സെയിലേഴ്സ് നൈഫേ, അടിപൊളി. Okay, let's see. Somehow the text remains legible. Let's see if I remember my Latin. An inscription near the fourth pedestal translate to whitest rest nearby. Beware the one who wishes to disrupt his sleep, for he is guarded by the gazes of his brother and the autumn wind. Okay. ഓക്കെ, അപ്പുറത്തൊരു ക്ലൂ കാണുന്നുണ്ട്. A sickle for harvesting. The ancient Romans honored the seasons. A goddess? A mother? Someone's wife? അമ്മയാണോ അതോ ഗോഡസ് ആണോ അതോ ആരുടെങ്കിലും വൈഫിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്റ്റാച്ചു ആണോ? Interesting. Okay. There were 4 statues here originally. I wonder what the 3 other statues look like. ഓക്കെ, ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ഇനി അതുപോലത്തെ 3 സ്റ്റാച്ചു കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരെണ്ണം ഇവിടെ വരും തോന്നുന്നു. ഓക്കെ, ബാക്കി 3 സ്റ്റാച്യൂസ് എവിടെ വരാം? അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ കാണാണ്ട്. 1, 2, ഇനിയൊരു പ്ലാറ്റ്ഫോം കൂടി നമ്മൾ കണ്ടെത്തണം അല്ലേ? When he learned what happened to the statue. ഓക്കെ, സംതിങ് ഈസ് അവരെന്തോ സംസാരിക്കേണ്ട, അതൊന്ന് നോക്കി നോക്കാം. Swift lost his temper when he learned what happened to the statue. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാച്ചുവിന് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോൾ സ്വിഫ്റ്റിന് ദേഷ്യം വന്നു എന്നാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അതെന്താ ഡിഡക്ഷൻ എന്ന് നോക്കി നോക്കാം. വിച്ച് സ്റ്റാച്ചു വാസ് ഡാമേജ്ഡ്? ഓക്കെ, കിക്ക്ഡ് സ്റ്റാച്ചു. ഓക്കെ, സ്റ്റാഷ് ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, ഫോർഗോട്ടൺ ഇൻസ്ട്രുമെൻറ്റ്സ്, ക്ലോസസ്റ്റ് ടു ദി ബീച്ച്, ഹാർഡ് വർക്കിംഗ് ഡിഗർ. അല്ല, അതല്ല. പേ റൈസോ? ഓക്കെ, അതല്ല. ഓക്കെ, ലെറ്റ്സ് ട്രൈ അഗൈൻ. Swift lost his temper when he learned. Which statue damage? Okay, let's try again. Leon helmet. Pay rise avilia, closest to the beach. Stash of old papers, forgotten instruments. Tilted pedestal, broken pickaxe, kicked statue. Wow, nice. Arthur Swift workers at the dig site found a statue with a lion helmet head. It originally lay on the pedestal closest to the beach, but someone kicked it over the edge. As a result, this statue broke and the pedestal remains tilted. ഒരു ലയൺ ഹെൽമെറ്റ് ഹെഡ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അത് ഏതൊരു വർക്കർ അറിയാതെ കിക്ക് ചെയ്തപ്പോൾ
ഡിസ്ട്രോയ് ആയെന്നാണ് പറയുന്നത്, ബ്രോക്കൺ ആയെന്ന് പറയുന്നത്. Yesterday the statue broke and the pedestal remains tilted. Okay, അതിൻ്റെ പെഡസ്ട്രൽ ഒന്ന് വളഞ്ഞു എന്നാണ് പറയുന്നത്. I see now. Mr. Swift didn't realize the significance of the statues. Okay, we got it. അപ്പോൾ നമ്മൾ ആ ഇതൊന്ന് എവിഡൻസ് ഒന്ന് വായിച്ചു നോക്കട്ടെ, അതിലൊരു ക്ലൂ ഉണ്ട്. And it's where I believe the statues can reveal the town location. Okay, ഇതാണ് a female statue and allergy minor wind god Cyprus looking west. Mind god Cyprus. A female statue and allegory of the minor wind god Cyprus looking west with a basket of fruits in her hand. Looking east was another female statue. Okay, this is going to be എങ്ങനെയൊക്കെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ. ഓക്കെ, ഇത് ഓക്കെ ആയിരിക്കും, കാരണം തൊട്ടടുത്ത് തന്നെ സ്റ്റാച്ചു വീണ് കിടക്കണ കാരണം ഇത് ഓക്കെ ആയിരിക്കണം. ഈ 3 എണ്ണമാണ് എനിക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലായ ഫീമെയിൽ സ്റ്റാച്ചു ആൻഡ് എലിഗറി ഓഫ് ദി മൈനർ വിൻ ഗോഡ് സെഫറൽ ലുക്കിംഗ് വെസ്റ്റ്. ഓക്കെ, ഇത് ലുക്കിംഗ് വെസ്റ്റ് ആണ്. ഓക്കെ, അത് ഓക്കെ ആയിരിക്കണം, ലുക്കിംഗ് വെസ്റ്റ്. ബാക്കി വിത്ത് എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ ഹെർ ഹാൻഡ്. ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ ഹെർ ഹാൻഡ്. ഇത് ഓക്കെയാണ് അല്ലേ? ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ ഹാൻഡ് വെസ്റ്റിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, അത് ഓക്കെയാണ്. Looking east was another female statue, also an allegory of a wind god Eurus with a sickle. Also an allegory of a wind god Eurus with a sickle. ഓക്കെ, ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നത് ഒരു കയ്യിൽ സിക്കിൾ പിടിച്ച് നിൽക്കുന്ന ലേഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതല്ല ഇവിടെ വരേണ്ടത്. ഓക്കെ, ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നത് ആരാണ്? ഓക്കെ, അത് നോർത്താണ്. അങ്ങോട്ട് നോക്കിക്കണം അല്ലേ? ഓക്കെ, നൈസ്. ഇത് ഈസ്റ്റിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? The archetypic symbol of auto in her. Between those two were the remains of statues of Titus and his brother Vitus. Okay. ഓക്കെ, ലയൺ ഹെഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചല്ലോ, അത് എന്തായിരുന്നു? Okay, Titus wore a lion helmet and fought with the sword, while Vitus carried both a sword and a shield. ഓക്കെ, അത് ഓക്കെ തോന്നുന്നു, അതിന് മാറ്റങ്ങളൊന്നുമില്ല തോന്നുന്നുണ്ട്. Workers at the found a statue with a lion helmet head. It originally lay on the pedestal closer to the beach, but someone kicked it over the edge. ഇത് വാലിഡേറ്റ് ചെയ്യാം. It seems everything's in place. Now, Yes. see what this has to tell us. With this area, I should see if the location of the tomb becomes clear. എവിടെ ഉണ്ടാവും ഇപ്പോൾ? ഇത് നോട്ട് ഷുവർ. ഓക്കെ, ഇവിടെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് കേട്ടോ. ആഴ്ച ഇത്ര നേരം നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നതാണല്ലോ, ഒന്നും കാണിച്ചില്ല. അപ്പോൾ Here is your discovery, Mr. Swift.
Hey, look at this! What have you found? Don't let anyone touch anything there. Eureka! I found you, my friend. What is that? Okay, he got something. ഓക്കെ എനിക്ക് തോന്നുന്നു ആള് പോയ സ്ഥിതിക്ക് നമുക്ക് ആളുടെ ടേബിൾ ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ ആള് അവിടെ നിന്ന് മാറി സ്ഥിതിക്ക് നമുക്ക് ആ ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യണം. യെസ്, അടിപൊളി. ഇതെന്താ? Tusk and Trunks. The zoological bestseller Tusk and Trunks provides a most rigorous scientific description of the elephant. It is almost encyclopedic in its analysis of the creature's life, both in the wild and captivity. One crucial chapter describes the elephant's mating season, in which they become extremely dangerous. Furthermore, the book features guidance on how to communicate and interact with the big mammal. ഓക്കെ, അപ്പോൾ ആനകളെ കുറിച്ചുള്ള ബുക്കാണ്. അപ്പോൾ ആനകളെ കുറിച്ച് എല്ലാം പറയേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് എന്തിനാണ് ആനേനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കിൻ്റെ ആവശ്യം എന്താണ്? ആനയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ, ആന എപ്പോഴാണ് ഡേഞ്ചറസ് ആവാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ആകെ കൺഫ്യൂഷനായി. പോളാണോ ഇയാളാണോ എന്ന് ആകെ കൺഫ്യൂഷനായി തുടങ്ങിയിട്ടാ. അതിലൊരു ക്രൂഷ്യൽ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അതായത് എലിഫൻറ്റിൻ്റെ മേറ്റിംഗ് സീസൺ എന്ന് പറയും, ഇണ ചേരാനുള്ള സീസൺ. അപ്പോൾ ആ സമയത്തും ഭയങ്കര എക്സ്ട്രീംലി ഡേഞ്ചറസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ആന. അപ്പം നമ്മുടെ പോള് പറയുന്നുണ്ടായിരുന്നു ആനയുടെ മേറ്റിംഗ് സീസണാണ്, അതുകൊണ്ടായിരിക്കും ഗോലിയത്ത് നമ്മുടെ ഗിൽഡനെ ആക്രമിച്ചതെന്നാണ് നമ്മുടെ പോള് പറഞ്ഞ റീസൺ. അപ്പോൾ അതൊരു റീസണാണ്. അപ്പോൾ കണ്ടോ, എലിഫൻസ് മേറ്റിംഗ് സീസൺ. അപ്പോൾ ഒരു മേറ്റിന് കിട്ടിയില്ലെങ്കിൽ ആന ഡേഞ്ചറസ് ആവും തോന്നുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ആൻ എവിഡൻസ്. ഇതാളുടെ ഡയറി ആവുന്നുണ്ട് അല്ലേ? A personal diary owned by Arthur Swift. He describes in considerable detail his personal life and research. More importantly, it tells of a dispute between the archaeologist and the Theodore Gilded over the dig site. ഇത് ഇവൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ബോക്സ് ഉണ്ട് ഇവൻ്റെ കയ്യിലുണ്ട്, ആ ഡാർട്ടിൻ്റെ. അടിപൊളി. A box of darts, handy against rodents of all kinds. അപ്പോൾ ഇവനും ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ Trying to take over my research, are you? I come here to pick up my diary and I find you snooping around. Explain yourself. Mr. Swift, if that were true, I would have been on my way to the newspaper. My name is Sherlock Holmes. I didn't have a chance to introduce myself properly. Outrageous! Okay. You deceived me, sir. What is the reason for your being here? Who sent you, Mr. Holmes? Theodore Gilden's premature death brought me here. Theodore is dead? How can that be possible? ഓക്കെ, ഇയാൾ അറിഞ്ഞിട്ടില്ല എന്നാ പറയണേ. And I'm not crossing out anyone who might have been involved, even his elephant. The land you're excavating belongs to Mr. Gilden, does it not? Did I hear an accusation? I have nothing to hide. You can ask me whatever nonsense you've prepared as a token of my diminishing respect towards you. Very well, Mr. Swift. I appreciate your cooperation. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്തു, നമ്മൾ ആരാന്നുള്ള കാര്യം റിവീൽ ചെയ്തു. കാരണം നമുക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ഇപ്പോൾ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കോൺടാക്ട് വിത്ത് മിസ്റ്റർ ഗിൽഡൻ എന്നാണ് അവസാനം കണ്ടതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. When was the last time you saw Mr. Gilden? A couple of days ago, we discussed the site. I believe in the tomb and its secrets. Theodore's patience was stretched, however. He was already inventing new projects. It wasn't a long conversation. I suppose that his daughter will inherit everything now, along with all of the eccentricities and problems. And not forgetting Goliath. Eccentricities and problems, Mr. Holmes. One of many. ഓക്കെ, വേർ were you this morning? അപ്പോൾ രാവിലെ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കാൻ പോകുന്നത്. കാരണം രാവിലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. Were you at the site this morning? Affirmative. This project is taking a lot of my time, as you see. I spend more time underground than on the surface. When did you learn about Theodore's death? Just now. You just told me. And you aren't surprised, shocked? I won't tell anyone if you shed a tear or two.
Weren't you partners, after all? We were, and it is a real shame. But I've seen too many deaths in my life, Mr. Holmes, for the news to truly shake me. Will you allow me to return to my research, or are you insisting on remaining an obstacle? Oh, I haven't even started yet. ഓക്കെ അപ്പോൾ ഷെലോംസ് ചോദിച്ചു വേണമെങ്കിൽ ഒന്ന് കറിയും പിടിക്കുകയൊക്കെ ചെയ്യാമെന്ന്, കാരണം നിങ്ങൾ പാർട്ട്നേഴ്സ് അല്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഇഷ്ടം പോലെ മരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ വരെ മരണങ്ങൾ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു മരണമെന്ന് കേട്ടാൽ എനിക്ക് അങ്ങനെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും വരില്ല, ബട്ട് സ്റ്റിൽ ഡിസപ്പോയിൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എന്തെങ്കിലും എവിഡൻസ് കാണിക്കണം. Others it owns a box of full darts. Okay, ആ ഡാർട്ട് ബോക്സിനെ കുറിച്ച് ചോദിച്ചാൽ What's with this box of darts? Is it for a scientific argument? A little darker than that. Rather for killing the kind of rodents that might nibble a nose or a toe in your sleep. Let's just say I have to protect myself against a larger animal, such as an elephant. Might it be enough to stop it, make it faint? If I were you, I wouldn't bank on it. ഓക്കെ, അത് വെച്ച് ആനേനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണത്. ഓക്കെ, എ പേഴ്സണൽ ഡയറി ഓൺഡ് ബൈ Arthur. Theodore always uses his well to shut down complaints. Okay, I would rather he bought a brain with more garification, so that he was smart enough to see the bigger picture. Okay, നമ്മൾ പറയുന്ന കംപ്ലയിൻസൊക്കെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആളുടെ വെൽത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ആളുടെ ഡയറിയിലെ നമ്മുടെ തിയോഡോർ. അതിനെ കുറിച്ച് ചോദിച്ചു You നോക്കാം. have a weakness for nostalgia? Or, rather, do you use it to record a list of enemies? Young man, you need to check your moral compass. Reading another person's diary is a sin in every culture that I can think of. But you aren't answering the question. You've already read it. Why bother? I simply record my life to keep my memory clean from misinterpretation. Letters and pages don't lie. But the writer of the text can. ഓക്കെ, ആളുടെ മെമ്മറി കാര്യങ്ങളൊക്കെ ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആ ബുക്കിനെ കുറിച്ച് ചോദിക്കാം. അതായത് ആനകളുടെ ഒരു ബുക്ക് നമ്മൾ കണ്ടു, അതൊന്ന് ചോദിച്ചു With this നോക്കാം. book, you attempted to plan an attack on the elephant? Your insinuations are out of place. Goliath is a frightening animal. All I wished to do was to understand the creature. As any scientist would do, I researched, analyzed, and drew conclusions. And what conclusion did you draw? That Theodore Gilded made the animal miserable. He couldn't provide the proper environment for the beast. My interest in the subject ended there. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോലിയത്ത് ഭയങ്കര എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണെന്ന് ഇവനറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് പൊതുവേ ഒരു ആനേനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ബുക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇവൻ പറഞ്ഞത് സ്വിഫ്റ്റ് എന്താ പറഞ്ഞത് വെച്ചാൽ, നമ്മുടെ ഗീൽഡൻ ഒരു ആനയ്ക്ക് കൊടുക്കേണ്ട നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ല അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണമെന്നാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ അഭിപ്രായത്തിൽ. I have found the Tom. Mr. Swift is engrossed in the discovery. I can use the to investigate his workbench. Moving on. I've nothing to add. Okay, ആ ബുക്കിനെ കുറിച്ച് As far ചോദിക്കാം. as I can tell, you're a man of the academic world, so this book about Nabe and Laura is just an empirical study? What? That nonsense? I'd prefer to lose my eyesight than read such trash. So, you know nothing about it? I know nothing. I wish I'd never heard of it in the first place. This caricature of science. I hear traces of envy. You're still relatively young, but you might find your own Laura. Perhaps I envy Nabe, for I cannot simply blow people up for distracting me. That's all. You happy now? Wonderful. ഓക്കെ, ആ ബുക്ക് വായിക്കാനായിട്ട് നല്ലത് എൻ്റെ കാഴ്ച പോകുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. Moving on. What's with this intricate recruitment process? Pro-British workers charge less? As a head of this organization, I need to secure a productive environment.
It's impossible to do so if there are political differences. Especially here, where the native population doesn't support our efforts to find the ancient artifacts. Decent pay can also stimulate productivity and shut down any political discord. Hadn't you thought of that? You're young. You have time to fritter and fight with everyone you meet. I don't have such a luxury. Our workers receive enough pay for what they do. So don't start a discussion you know nothing about. ഓക്കെ അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താ വെച്ചാൽ എന്തിനാണ് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആവശ്യം അതായത് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ഒരു പ്രോ ബ്രിട്ടീഷ് പണിക്കാരനെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇവിടെ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രോ ബ്രിട്ടീഷ് അല്ലാത്ത ഒരാൾ വന്നാൽ പിന്നെ വാക്ക് തർക്കവും അങ്ങനെ കുറേ സമയം കാര്യങ്ങളൊക്കെ പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു റിക്രൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. Moving on. I'm a busy man. Your partner had a very specific attitude towards the things he treasured. Was this habitual for him? That would have been too much even for him. Don't get me wrong, he had a harsh temper. Like a true businessman, he was ready to burn his competitors to the ground. But threatening someone physically would have been something new even for him, am I correct? Absolutely. Besides, I had never seen him this angry. The fellow who received the letter must have been extremely alarmed. ഓക്കെ അപ്പോൾ നമ്മുടെ ആ ലെറ്റർ ഉണ്ടല്ലോ പോളൻ അയച്ച ത്രെട്ടൽ ലെറ്റർ അതിനെക്കുറിച്ചാണ് ചോദിക്കണത്. ശരിയാണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഒഴിവാക്കാൻ നല്ലൊരു അറ്റംപ്റ്റ് നമ്മുടെ ഗിൽഡൻ എപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു ജീവന് ഭീഷണിയായിട്ട് ഒരു ലെറ്റർ അയക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പോളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, I've nothing to add. ഇല്ല, ആൾക്കൊരു ബന്ധമില്ല. Gilden's elephant is quite an unusual addition to Cordona's fauna. What is your scientific opinion on that? No matter how much Theodore loved it, it still remained a wild animal trapped inside a stone pen. Goliath needs savannas, fields, lakes. I'm sure that Goliath did not have a plan to kill his owner to head to the savannas. What do you think? No, animals don't kill in a typical sense. I can only presume that it tried to protect itself from captivity, from Theodore. It was a gilded cage that was predestined to break. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ആനയ്ക്ക് തീരും പറ്റാത്തൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ഈ ഒരു കേജിൻ്റെ ഉള്ളിൽ താമസിക്കാമെന്ന് പറഞ്ഞാൽ തീരെ പറ്റില്ല. കാരണം അതിന് പുറത്തുള്ള അറ്റ്മോസ്ഫിയറും കാടും ഇതൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, Remember one of the rules? It seems that you didn't return a tool. Is this knife yours? Do I look like a fellow who carries a knife? I don't need it. There are plenty of uses for it on the site, and outside of it. I have other people to cut ropes for me, Mr. Holmes. ഓക്കെ, കത്തി ആളുടെ അല്ല, ഇവിടെ യൂസസ് ഉണ്ട്, പക്ഷേ ഇവൻ കത്തി യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. Have you seen this person before? The one beside Imogen Gilden? No, but he's with Imogen, so I suppose that he's a friend of hers. That girl always has her head in the clouds. I could have said Theodore was different, but that wouldn't have been entirely true. Away with the fairies, was he? That's one way of putting it. Either way, I don't know much about Imogen's life or her friends. The type of elite that pretends to be educated. ഓക്കെ, കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. I've nothing to add. Did this plan cause a rift in your business relationship with Theodore Gilden? Nothing like that. Admittedly, we didn't share a common vision of what is more important, the past or the future. In my opinion, we can't build a future without knowing the past. So you wanted to save the tomb of Vitus here, or perhaps your control over the research? Only the knowledge that rightly belongs to humankind, nothing less and nothing more. ഇപ്പോൾ ടെക്നിക്കലി ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഗിൽഡനും സ്വിഫ്റ്റും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നർത്ഥം. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇവിടെ ഒരു ഫ്യൂച്ചർ നമ്മുടെ ഗിൽഡൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഒരു ഫ്യൂച്ചർ കെട്ടി പണിയണമെന്നാണ്. അതായത് എന്തെങ്കിലും നല്ല ഫ്യൂച്ചറിസ്റ്റിക്
പ്ലാനോട് കൂടി എന്തെങ്കിലും ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ആർക്കിയോളജിസ്റ്റായ ഇവൻ ഒബ്വിയസ്ലി കുറച്ച് പാസ്റ്റിനെ സ്നേഹിക്കുന്ന ആളാണ്. അതായത് ആർക്കിയോളജിക്കൽ റിമെയിൻസും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മൈൻഡ് പാലസ് നോക്കട്ടെ. ദിസ് മസ്റ്റ് ബി അവർ കൺക്ലൂഷൻ. ഇറ്റ് വാസ് മീറ്റിംഗ് സീസൺ. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് സീസണാണ്. രണ്ടുപേരും പറയുന്ന ഒരു ദിവസം മീറ്റിംഗ് സീസൺ ഉണ്ട്. അപ്പോൾ ഗോളിയത്ത് ഈസ് ഡേഞ്ചർ ഐ നോ ബട്ട് മേ പ്രൊവൈഡ് വാല്യുബിൾ ടു ദി കേസ്. ഐ നീഡ് ടു ലൂർ ഹിം ഔട്ട് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ഹിസ് ലസ്റ്റ്. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് സീസണാണ്. ഓക്കെ, അപ്പോൾ ഗോലിയത്തിനെ നമ്മൾ എന്തായാലും പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം ഗോലിയത്തിനൊന്നും മൊത്തത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്താലേ കൂടുതൽ ക്ലൂസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതായത് ഈ ഡാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് ആ ആനയുടെ മേത്തുണ്ടോയെന്ന് നമുക്ക് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പോളായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ആർദ സ്വിഫ്റ്റ് ആയിരിക്കാം അത് ആനയുടെ മേത്തേക്ക് വിട്ടുണ്ടാവാം. എല്ലാം ഇങ്ങനെ ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം കണ്ടോ, അതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഡോൾ സൈറ്റിൽ ഫാബ്രിക് കണ്ടു. അപ്പോൾ ആ ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ആനയുടെ ഒരു വലിയൊരു ഡോള് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഫോക്ക് ഹോൺ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ബോട്ട് വർക്ക്ഷോപ്പിൽ കണ്ടു. അത് നമുക്ക് ലാർജ് ആനിമൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ യൂസൊക്കെ മനസ്സിലായില്ല. പക്ഷേ നമ്മളൊരു പെർഫ്യൂം കണ്ടിരുന്നു. നമ്മുടെ ഗിൽഡൻ്റെ ഓഫീസിലൊരു പെർഫ്യൂം കണ്ടിരുന്നു. അപ്പോൾ ആ പെർഫ്യൂം എന്ന് പറയുന്നത് നമ്മുടെ ആനയുടെ വേർപ്പാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഡോളും യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗോലിയത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ആനേനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വരുത്തിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് റിയലി ഗുഡ് ഐഡിയ. കണ്ടോ, കാര്യങ്ങളിങ്ങനെ ഒത്തു വരുന്നത് കണ്ടോ, അതാണ് അതിൻ്റെ ഒരു രസം. ഓക്കെ, ഇറ്റ്സ് ടൈം ടു റിട്രീവ് ദി എലിഫന്റ്. This fabric will work. ഓക്കെ, ക്ലോത്ത് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ആ ഫോഹോണ് നമുക്ക് തപ്പിയെടുക്കണം. ഓക്കെ, ഫോഹോണ് എവിടെയാണ് സ്ഥലം? ഫോഹോണ് നമ്മുടെ പോളിൻ്റെ വർക്ക്ഷോപ്പിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ദർ. വി ആർ നിയറിങ് ടു ദി എൻഡ്. സോ എക്സൈറ്റിംഗ്. ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ. നമുക്ക് പെട്ടെന്ന് തീർക്കണ കേസ്. മറ്റോടെ നിൽക്കണ്ട കേട്ടോ, അവനോട് എന്തെങ്കിലും ചോദിക്കേണ്ടതായിട്ടുണ്ടോ ഇപ്പോൾ? It might fool an elephant. മറ്റെന്തെങ്കിലും? ഓൾ എവിഡൻസ് കളക്റ്റഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സംഭവം മനസ്സിലായി. ഓക്കെ, കെമിക്കൽ അനാലിസിസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്ന് ആ ഒരിതല്ലേ അതിന്ന് ഹോർമോൺസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കട്ടെ. ഇത് 3 എണ്ണം. ഓക്കെ, അത് സ്കിപ്പ് ചെയ്തു, വെറുതെ സമയം കളയുണ്ടല്ലോ. Mrs. Nini seemed to know her sewing inside out. I bet she missed us. I hope Miss Nini won't misunderstand me. ഓക്കെ, നമ്മളെല്ലാ പ്രോസസ്സും കറക്റ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി. അപ്പോൾ ഇനി നമ്മൾ ആ ഡ്രസ്സിങ് ഷോപ്പില്ലേ, ആ ടൈലർ ഷോപ്പ്, നമ്മൾ ഫസ്റ്റ് കേസ് ചെറിയൊരു സ്കെച്ച് ചെയ്യാൻ പോയില്ലേ ടൈലർ ഷോപ്പിൽ, അവിടെ ചെല്ലേണ്ടി വരും. എന്നിട്ട് നമ്മൾ ആനേനെ തയ്ച്ച് കിട്ടണം. അപ്പോൾ അതാണ് അടുത്ത ലക്ഷ്യം. Good day, madam. I've come to you with a special requirement. The tailors on the street can't help me, I'm afraid. Could you make a doll for me?
Oh, Senor Holmes. You taught the police how to do their job, and they found the thief. Of course I will help you. വീണ്ടും കാണാൻ But പറ്റുമെന്ന് what വിചാരിച്ചില്ല. sort of doll? A child's doll, such as my great niece might play with? ഒരു ആനേനെയാണ് ആവശ്യം. A little larger than your typical doll. Signore, I don't understand. Boy, girl, animal, and what color? Animal, a passionate, perhaps amorous animal. Oh, signore, you talk in riddles. I am an old lady who's seen it all. Tell me what you need. I need a life-size elephant. I think Life-size Mrs. Nini outdid elephant. herself with this one. Is that a tail? That's a trunk, John, but I must agree with you that it's her masterpiece. Well, let's not waste any time. Comedy. Hunting a Goliath. Now what? What's our next location? Yes, everything comes to place. അപ്പോൾ ഇനി തിരിച്ച ആളുടെ വീട്ടിലേക്ക് പോവുക, എന്നിട്ട് കോൾ ഗ്യാസ് നിറയ്ക്കുക. The game is on. So, what's the plan? I hope it all doesn't go horribly wrong. We know that the elephant is seeking a female. We can arrange that. A doll with the appropriate scent might do miracles. So, you're a marriage broker. Well, I suppose that makes me a groomsman. Oh, she is a bit breezy, I must say. Well, Goliath is eager for a single female elephant in his area. It should be just enough for his taste. You'll need to trust me. Are we ready? I can't stand the tension. We're ready. Let's call the പോലീസുകാരുണ്ട്, elephant. നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ പോലീസുകാരുണ്ട്. പ്ലേ ടീസിങ് ട്രംപറ്റ്. How could anyone resist? Play submissive trumpet. I knew a lady once who said just that. Play impatient trumpet. Too bad I'm not an elephant. ഭയങ്കര കോമഡി ആട്ടോ, ലൈൻസൊക്കെ ഭയങ്കര കോമഡിയാണ് ജോൺ പറയുന്ന ലൈൻസ്. Take your time, Sherry. That deserves a slap. And then a kiss. And here's our lovesick friend. ഓക്കെ there he is. പാവട്ടാ, ശരിക്കും പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞാൽ വിഷമാവും നമുക്ക്. What is the meaning of this? Why are you bringing it here? I won't allow you to leave it. I assure you that it is only a temporary measure. It won't be long until the elephant is gone, I promise you. ഓക്കെ, അപ്പോൾ മകൾക്ക് ഇവിടെ ആനേനെ കൊടുന്നത് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ It injured itself while running through the forest. ഓക്കെ, അപ്പോൾ കാട്ടുകൂടെ നടക്കുമ്പോൾ സ്വയം വരുത്തി വെച്ച ഒരു മുറിവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കണ്ണോക്കട്ടെ. Peaceful and compliant, almost a gentleman. ഓക്കെ, അപ്പോൾ കണ്ണ് നോക്കിയറിയാം, ഒരു ആനയ്ക്ക് മത ഇളകുണ്ടോയെന്നൊക്കെ കണ്ണ് നോക്കിയറിയാം. അപ്പോൾ അതാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ നോക്കുമ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓ, ഡാർട്ട് കിട്ടി. A feathered fletching. അടിപൊളി. There's something in the needle. This might be promising. ഓക്കെ, നീഡിൽ എന്തോ ഉണ്ട് കേട്ടോ. കീ എവിഡൻസ് കളക്ടർ. The left tusk is larger and more worn. You're a left-tusked elephant. All evidence collector. Okay, now we are ready to find our conclusion. Chemical analysis.
ഓക്കെ, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. Okay, what we got? Poison dart. A poison dart loaded with stitch and was embedded in the elephant skin. അതായത് സ്ട്രൈച്ചിൻ ലോഡ് ചെയ്തിട്ടുള്ള ഒരു പോയ്സൺ ഡാർട്ടാണ്. വാസ് എംബെഡഡ് ഇൻ ദി എലിഫന്റ് സ്കിൻ. അപ്പോൾ അത് ആരായിരിക്കും? പോയ്സൺ ഡാർട്ട്. ബോത്ത് ആർദർ ആൻഡ് പോൾ ഓൺ ഡാർട്ട്സ്. ഓക്കെ, അപ്പോൾ ആർദറിൻ്റെ കയ്യിലും പോളിൻ്റെ കയ്യിലും ആ ഡാർട്ട് ഉണ്ടായിരുന്നു. Persuade means to shoot the elephant with a dart. Okay, രണ്ട് പേരുടെ കയ്യിലും ഡാർട്ട് ഉണ്ടായിരുന്നു. Now what? Third party used Goliath. An unknown third party deliberately shot a poison dart at Goliath to provoke it into attacking Theodore Gilded. Third party protected Theodore. An unknown third party tried to protect Theodore Gilded by shooting a poison dart at the elephant. അതിൽ ഒന്നില്ലെങ്കിൽ എലിഫൻറ്റിനെ ആനനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയ്സൺ ഡാർട്ട് ഗോലിയത്തിൻ്റെ മേലേക്ക് ഷൂട്ട് ചെയ്തു. എന്തിനെ? ഗിൽഡനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂന്നാമത് ഒരാൾ ആനയുടെ മേത്തേക്ക് പോയ്സൺ വിട്ടുണ്ടാവും ഗിൽഡനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതായത് ആന അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഗിൽഡനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ്സൻ്റെ ഡാർട്ട് ഷൂട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മിക്കതും ഗോലിയത്തിനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഗിൽഡനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മൂന്നാമത് ഒരാൾ ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പോളായിരിക്കണം മിക്കതും. കാരണം ആർദറിന് ആൾക്ക് പേഴ്സണലി വലിയ റിവെഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് ആളുടെ ജോബ് കൃത്യമായി ചെയ്യണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് പാർട്ടി യൂസ്ഡ് ഗോലിയത്ത്. ഓക്കെ, തേർഡ് പാർട്ടി യൂസ്ഡ് ഗോലിയത്ത്. ക്ലൂസ് നോക്കട്ടെ. The elephant Goliath may have attacked Theodore Gilded in order to break free. Okay, the dart shot at Goliath may have provoked the beast into a violent rage. Okay, this is our conclusion. Okay. So, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഡക്ഷൻ. അതായത് മൂന്നാമത് ഒരാൾ നമ്മൾ ആ ക്രൈം സീനിൽ ഉണ്ട്. അത് നമ്മുടെ പോളിനെ ആയിരിക്കും. കാരണം പോളൊരു സെയിലറാണ്. അപ്പോൾ ആ സീനിൽ നിന്ന് നമ്മൾ പോളിൻ്റെ നൈഫ് കണ്ടെത്തി. അതായത് ഒരു സെയിലർ നൈഫ് കണ്ടെത്തി. അപ്പോൾ അത് മിക്കതും പോളിൻ്റെ നൈഫിനെ ആയിരിക്കണം. അപ്പോൾ എന്ന് മാത്രമല്ല പോളിൻ്റെ മുട്ടുമേ ബ്രൂസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ഷെഡിൻ്റെ മുകളിൽ വന്ന് ഇടിച്ചപ്പോൾ ഉണ്ടായ ബ്രൂസസ് ആയിരിക്കും. പിന്നെ മെയിൻ റീസൺ ഇവനെ പണം ആവശ്യമാണ്. അപ്പോൾ പണം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഇവൻ്റെ ജോബിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് മകളെ സ്വന്തമാക്കാൻ നോക്കിയിട്ടുണ്ടാവണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പോളിനെ കുറിച്ച് പറയാം. പക്ഷേ ആർദറിനെ അങ്ങനെ നമുക്ക് കാര്യമായി ഒന്നും പറയാനില്ല. ആർദറിൻ്റെ കയ്യിലുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ആ ഡാർട്ടുകളാണ്. പക്ഷെ അത് എലികളെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് വിരോധമോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഗിൽഡിനോട് ആർദറിന് ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ കൺഫേം ചെയ്യാൻ പോവാണ് പോൾ തന്നെയായിരിക്കും. ഓക്കെ, അറസ്റ്റ് പോൾ ആൻഡ് ഫ്രീ ഗോലിയത്ത്. ഓക്കെ, ഗോലിയത്ത് പാവാണ്. ഗോലിയത്തിനെ വെറുതെ വിടാം. വേണമെങ്കിൽ അറസ്റ്റിനെ വെറുതെ വിട്ടിട്ട് ആനയുടെ മേൽ ഈ കുറ്റം ചുമത്താം. അപ്പോൾ അതന്നെ നമ്മൾ എന്തായാലും നിൽക്കണില്ല. നമ്മൾ ഗോയിങ് ടു അറസ്റ്റ് പോൾ. ഓക്കെ, അറസ്റ്റ് പോൾ ആൻഡ് ഫ്രീ ഗോലിയത്ത്. ഓക്കെ, ഇത് ലാസ്റ്റ് ചാൻസാണ്. നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഷൻ മാറ്റാം. പക്ഷേ നമ്മൾ എന്തായാലും മാറ്റണില്ല. അറസ്റ്റ് പോൾ ആൻഡ് ഫ്രീ ഗോലിയത്ത്. ഓക്കെ, Paul Pace is an egotist with no regard for the lives of others, who build an entire career on lies and deception, and orchestrated the death of Theodore Gilded using his own pet. Cordono will be safer without Paul roaming free. Okay, അപ്പോൾ let's go. ഇനി ഇത് ആളെ കൺവിൻസ് ചെയ്യിക്കേണ്ടി വരും. ആരെ? പോളിനെ കൺവിൻസ് ചെയ്യിക്കണം. എന്നിട്ട് ആളെ അറസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതൊരു അടിപൊളി കേസായിരുന്നു കേട്ടോ. അടിപൊളി കേസായിരുന്നു.
ഇല്ല, ആളൊന്നും സമ്മതിച്ച് കയറാൻ പോകണില്ല. അത് വേറെ കാര്യം. നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട്. Accuse. Did it feel good killing Theodore Gilded after the humiliation and threats? What? I thought you were blaming Goliath for that. No, I think you killed Theodore Gilded. Goliath is, unfortunately, a victim of circumstance. I'm far better than to kill Gildan. Believe me. I understand why you killed I can him. understand why you killed Mr. Gilden. He saw you with his daughter. He checked up on you, yachtsman, smuggler, and a woman. He went so far അതന്നെ, as to ഒരു hire some സ്മഗ്ലറാണ്, folks പിന്നെ to ഒരു attack you. വിമനുമാണ്. Theodore knew your അപ്പോൾ weakness, your career. സ്വന്തം മകളെ He കെട്ടിച്ചു forced you കൊടുക്കേണ്ട into കാര്യമില്ല. a corner. You're a survivor. You were prepared for the worst, but Theodore surpassed even your worst-case scenario. So you responded accordingly. I've earned everything myself. Every victory, every trophy, every mangir. I achieved all of it without murder. I don't need to kill in order to win. And you weren't afraid that he would reveal your secret to the owner of the yacht club or your competitors? I can control my fear. Trust me, I wouldn't have become a professional athlete otherwise. പിന്നെ ഡാർട്ട്, നമ്മൾ ഇവൻ്റെ കയ്യിൽ ഡാർട്ട് കണ്ടു. You see, I managed to capture the elephant. Goliath had a dart stuck in his hide, similar to the ones that you use to kill rodents. My guess is that you used Goliath. A dart can kill a mouse or human, but for an elephant it's not enough. Strychnine is a powerful stimulant and convulsant. Once the drug was in the bloodstream, Goliath became extremely agitated and so blinded by the flow of energy that he killed his owner. And my dart is responsible for that. I'd rather use my hands. Yes, there would have been fewer variables, but after the attack on you, your condition didn't allow for a direct confrontation. So, you used what you had. That's not what happened. Anyone might have the same set of darts as I do. They're not expensive. But not everyone knew Theodore and had access to his property. ഓക്കെ, അപ്പോൾ ഇവൻ ഡാർട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഡാർട്ട് ടിപ്പിക്കലി ഒരു ചെറിയ ജീവികളൊക്കെ കൊല്ലും. പക്ഷേ ഒരു ആനേനെ സംബന്ധിച്ചിടത്തോളം ആ ഡാർട്ട്, പോയിസൺഡ് ഡാർട്ട് ബ്ലഡിലെത്തിയ ആനേനെ വയലൻ്റ് ആക്കും. ആന മരിക്കില്ല, പക്ഷേ ആനേനെ വയലൻ്റ് ആക്കും. ആ ഒരു വയലൻസിൽ നമ്മുടെ തിയോഡർ ഗിൽഡനെ കൊന്നതാണ് നമ്മുടെ ഗോലിയത്ത്, അറിയാതെ കൊന്നതാണ്. ഓക്കെ, യു വർ at the crime scene. You were at the crime scene at the precise moment when Gilden died. I was not. I was visiting the doctor after the attack on me. Ah, of course, where no one saw you. That's an inconvenience. But in any case, the person who was there met the rage of the elephant. One was struck by the gate with such impact that they were thrown into the shed. The knife fell out. The bruises on your elbow matched the contour of the hole in the shed. But I told you where my bruises came from. And I heard you, but you didn't catch my words. A bosun's knife was found there, a very specific tool commonly used in your field. That's only your assumption. I was never there. I mean, I was, but not when this happened. Okay, let's go. Arrest Paul. I revealed many truths and lies concerning Gilden. One banal fact is that he was a bitter and angry man who acted according to his own desires and impulses. Such people are dangerous, they are unpredictable, and value their own comfort more than anything and anyone. The same as you, Paul. Are you out of your mind? You're a gambler, smuggler, and actor. You indulge your self-importance. Such egocentricity and impulsivity is frightening. I won't allow you to play with someone else's life. You are under arrest. Wait. At least tell Imogen. Tell her where I am. I think she deserves a space without you. I've heard you can gamble on racing in prison, only it's rat racing. No yachts. Goodbye, Paul. Why did you pick my Paul? Out of all the people on this island. Just when I needed someone I could rely on. Believe me, I saved you. I found the true murderer. Would you really choose to live with the person who took your father's life? You took away the pillar I was relying on. Paul was my only hope. You've destroyed it. It was Paul who destroyed it, not me. I was merely the fact-checker who discovered the real culprit. And now about that elephant. Oh yes, Goliath. You did nothing about it. I had to deal with it. Fortunately, there was a real man wanting to help me. He agreed to buy Goliath and relocate him to his property. I suppose I must congratulate you. I'd rather you leave. But first, here are my father's belongings.
Some of them have information about your mother. Take them and leave me be. I appreciate it, Miss Gilded. I assure you, I only wanted to find the true perpetrator. Perhaps. Or perhaps you found a convenient scapegoat. Goodbye. I truly hope you meet more honest people in the future. Take care. ഓക്കെ അപ്പോൾ ഈ മകൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് പോളനെ പിടിച്ച് ജയിലിലിട്ടതിൽ. അവൾക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, അപ്പോൾ ഇതിലൊരു അഡ്വാൻറ്റേജ് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അമ്മേനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവളുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ അതെന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. നമ്മുടെ അമ്മയുടെ കേസുമായി നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം. ഇത് എത്രത്തോളം ലെങ്ത് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അടുത്ത ഷെർലോക്ക് ഹോംസ് ഗെയിംസിന് മുന്നേ തീരുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.